ഹായ് ഹലോ എല്ലാവർക്കും അമ്മു സനൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യണം കേട്ടോ. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്കൊക്കെ ചെയ്തോളിക്ക് കുഴപ്പമില്ല, ഞാൻ സ്വീകരിക്കും. പിന്നെ ഞാൻ ഇപ്രാവശ്യത്തെ കൃഷി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ്, കുറേ ആയി ഞാൻ കൃഷി വീഡിയോ എടുത്തിട്ട്. എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ, എന്നാലും ഉള്ളത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് പൂവും കായൊക്കെ നിറയെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ എന്ത് വളമാണ് ഇതിനൊക്കെ കൊടുക്കണമെന്നല്ലേ. അപ്പോൾ ഞാൻ വലുത് പൈസ കൊടുത്തിട്ട് പുറത്തുനിന്ന് വളം വാങ്ങലോ അതിനായിട്ടൊരു ബുദ്ധിമുട്ടലോ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള പ്ലാന്റ് ടോണിക്കാണ് ഞാൻ ഈ ചെടികൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ആ പ്ലാന്റ് ടോണിക് എങ്ങനെ ഉണ്ടാക്കണത്, എങ്ങനെയാണ് സ്പ്രേ ചെയ്യണമെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് നേരെ പോവാണ് കേട്ടോ വീഡിയോയിലോട്ട്. പിന്നെ എൻ്റെ ചെടികളൊക്കെ കണ്ടില്ലേ, വഴുതനങ്ങയൊക്കെ കണ്ടേ, നിലത്തുനിന്നാണ് കേട്ടോ കാച്ചു വന്നിട്ടുള്ളത്. തക്കാളിയും ഒക്കെ അതാ നിറയെ പൂവും കായൊക്കെ പിടിച്ചിട്ടുണ്ട്. അധികമൊന്നും വലുതായിട്ടുമില്ല, പക്ഷേ ഉണ്ടല്ലോ നിറയെ പൂവും കായും തണ്ടും ഒന്നും പറയണ്ട. നമ്മുടെ വഴുതനങ്ങയൊക്കെ ചെടികളൊക്കെ നമ്മുടെ പ്രാവശ്യം ഭയങ്കര സന്തോഷം തന്നിരിക്കുകയാണ് കേട്ടോ എനിക്ക്. ഇപ്രാവശ്യം ഞാൻ ഗ്രോ ബാഗോ ചട്ടിയോ ബക്കറ്റോ ഇതൊന്നും ഉപയോഗിക്കാതെ നിലത്ത് മണ്ണ് തന്നെയാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ പ്ലാന്റ് ടോണിക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ്. ഇതിനാണെച്ചാൽ നമുക്ക് സംഘടിപ്പിക്കാൻ ഒരു പ്രയാസമില്ല. നമ്മുടെ സാധാരണ നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന സവാളത്തോലാണ് കേട്ടോ. വെളുത്തുള്ളിത്തോലും സവാളത്തോലുമാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ ഇതെന്തിനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നതല്ലേ, നമുക്ക് മനുഷ്യന്മാർക്ക് വളരാൻ വേണ്ടിയിട്ട് വിറ്റാമിനൊക്കെ ആവശ്യമാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ചെടികൾക്ക് വളരാനും എന്തൊക്കെ ആവശ്യമാണ്, വിറ്റാമിൻസും പിന്നെ മൂലകങ്ങളും എല്ലാം ആവശ്യമുണ്ട്. എല്ലാ തരം മൂലകങ്ങളും ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട മൂലകങ്ങൾ ഏതൊക്കെയാ വെച്ചാൽ NPK ആണ് കേട്ടോ. നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം പിന്നെ കാൽസ്യവും എല്ലാം ആവശ്യമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായി നമുക്ക് ആവശ്യമുള്ളത് NPK ആണ്. അപ്പോൾ NPK വളം നമ്മൾ വീട്ടിലെങ്ങനെയാണ് തയ്യാറാക്കുക, അതാണ് കേട്ടോ ഞാനിത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഉള്ളിത്തോലിലൊക്കെ അടങ്ങിയിരിക്കുന്നത് എന്താണ്, നൈട്രജനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. പിന്നെ കുറച്ചളവിൽ ബാക്കി പൊട്ടാസ്യം ഒക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഉള്ളിത്തോലിലും വെളുത്തുള്ളിത്തോലിലൊക്കെ അടങ്ങിയിരിക്കുന്നത് നൈട്രജൻ തന്നെയാണ്. അപ്പോൾ ഞാനത് ചെറുതാക്കി നനുക്കൻ അരിയാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ തുള്ളി വെള്ളം കൂട്ടിയിട്ട് അരയ്ക്കുകയൊക്കെ ചെയ്യാം. പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നുള്ളവർ, പെട്ടെന്ന് വളം ഉണ്ടാക്കി എടുക്കണം എന്നുള്ളവർ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഒരാഴ്ച വെയിറ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അത് നനുക്കൻ അരിഞ്ഞിട്ട് ഇതാ ഒരു ജാറിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ. ഈ ജാറ് പെയിൻറ്റ് ജാറാണ്, പക്ഷേ അതിൽ പെയിൻറ്റിൻ്റെ അംശമൊന്നുമില്ല. നല്ല വൃത്തിയാക്കി ഞാനിതിൽ വളം ഉണ്ടാക്കണ ഒരു ജാറാണേ. അപ്പോൾ അതിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അളവ് ഉപയോഗിക്കുന്നത് ഉള്ളിത്തോലാണ്. ഞാനതൊരു 4-5 ദിവസമായിട്ടോ അതൊക്കെ ശേഖരിച്ച് വെക്കാൻ തുടങ്ങിയിട്ട്. ഈ ഉള്ളിത്തോല് കുറേശ്ശെ കിട്ടണമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒക്കെ എടുത്ത് വയ്ക്കും. ഇനി എടുത്ത് വേണ്ടത് നമുക്ക് കുറച്ച് പേപ്പറാണ് കേട്ടോ. ന്യൂസ് പേപ്പറോ സാധാ പേപ്പറോ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിലടങ്ങിയിരിക്കുന്നത് നൈട്രജനൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ അങ്ങനെ ചെറുതാക്കി കീറിയിരിക്കുന്നുണ്ട് കേട്ടോ. ഈ NPK വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാമഗ്രികളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഞാനിതാ കത്രിക വെച്ചിട്ട്, നമുക്ക് കയ്യും കൊണ്ട് കീറിയാലൊക്കെ മതി, എന്നാലൊരു രസമല്ലേ കത്രികയും കൊണ്ട് അങ്ങോട്ട് കീറി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടാ. അപ്പോൾ അത് ചെറുതാക്കി അങ്ങനെ അരിഞ്ഞു കൂട്ടി. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടി അങ്ങോട്ട് ജാറിലേക്ക് ഇട്ട് സെറ്റാക്കാവേ. അപ്പോൾ 2 എണ്ണം ആയിട്ടോ, 2-3 ഒക്കെ ആയില്ലേ, വെളുത്തുള്ളിത്തോലും ഒക്കെ ആയിട്ട്. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് കാൽസ്യം ഫോസ്ഫറസും കിട്ടാൻ വേണ്ടിയിട്ട് മുട്ടത്തോടാണ്. അപ്പോൾ ഞാൻ സാധാരണ മുട്ട പൊടിച്ച് ഇടലുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട എങ്ങനെ വെച്ചാൽ നമ്മൾ ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ അവിടെ തന്നെ വെച്ച് ചൂടാക്കി അതിൻ്റെ അംശം, മുട്ടേൻ്റെ ഉള്ളിലുള്ള അംശമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടാണ് പൊടിച്ചിട്ടിടൽ. പക്ഷേ ഞാനത് വളം നമ്മൾ പ്ലാന്റ് ടോണിക് ഉണ്ടാക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ഈ അംശം ഉള്ളിലത്തെ ഒന്നും കളയാതെ അതേപോലെ അങ്ങനെ പൊടിച്ചിടുകയാണ് കേട്ടോ. കയ്യും കൊണ്ടൊന്ന് ജസ്റ്റ് ഞരടി ഇട്ടാൽ മതി.
ഞാൻ പറഞ്ഞില്ലേ വെയിറ്റ് ചെയ്യാൻ ക്ഷമയില്ലാത്തവർക്കൊക്കെ 2 ദിവസം കൊണ്ട് വേണമെന്നുണ്ടെങ്കിലൊക്കെ ഇതൊക്കെ പാടെ അരച്ചും കൊണ്ട് ഒരൊറ്റ ചേർത്തിട്ടാൽ മതി കേട്ടോ. പക്ഷെ ഞാനിതൊക്കെ സ്റ്റെപ്പായിട്ട് ഇത്തിരി ക്ഷമയോടെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്യലുള്ളത് കേട്ടോ. അതിൻ്റെ ഒരു ഗുണം വേറെ തന്നെയാണ്. എന്തിൻ്റെ? ഈ ക്ഷമയുടെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാ മുട്ടേൻ്റെ അംശമൊക്കെ പറ്റിയും കൊണ്ടേ ഞാനിതൊന്ന് കഴുകാൻ പോവാണ് കേട്ടോ. കൈയൊക്കെ കഴുകിയിട്ട് വരാം. ഇനി നമുക്ക് വേണ്ടത് ഇതാ ശീമക്കൊന്നയിലയാണ്. അപ്പോൾ ശീമക്കൊന്നയിലൊക്കെ എന്താ പറയുക, മുകളിലേക്കാണ് പോയിട്ട് പറിച്ചാൽ കിട്ടണ്ടേ. അപ്പോൾ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ വെച്ചാൽ ചെറിയ ജാറിലല്ലേ ഞാൻ വളം ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ ഇത് മതിയെന്ന് കരുതിയിട്ടോ. ഇതിലുണ്ട് നൈട്രജനും പൊട്ടാസ്യമൊക്കെ. ഇപ്പം നമുക്ക് NPK വളം ഉണ്ടാക്കാനുള്ള സാമഗ്രികളൊക്കെ ആയിട്ടുണ്ട്. എല്ലാം ഞാൻ ജാറിൽ ഇതാ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല തിക്കിൽ നമുക്ക് വളം കിട്ടണമെന്നുണ്ടെങ്കിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷെ ഞാൻ ഇത്തിരി കൂടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് അരിച്ചെടുക്കാനേ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇപ്പം അത് കയ്യൊക്കെ വെച്ച് ഇതാക്കാം. ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിൽ കയ്യൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ. നമുക്ക് കോലൊക്കെ ഇട്ടെന്ന് ഇളക്കേണ്ടി വരും. അപ്പോൾ അതാ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരിയും കൂടി വെള്ളം ഒഴിക്കണം എന്നൊക്കെ അങ്ങോട്ട് തോന്നി. അപ്പം ഞാൻ അതാ ഇത്തിരിയും കൂടി വെള്ളം ഒഴിച്ചു. ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇനി ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ വായു കിടക്കാത്ത തരത്തിൽ മൂടി വെക്കണം. അടപ്പ് വെച്ചാൽ അങ്ങോട്ട് ഭദ്രമാക്കി അടച്ച് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് ഇളക്കി വെക്കാം കേട്ടോ. ഞാനൊരു പിറ്റേ ദിവസം മാത്രം ഇളക്കി വെച്ച് പിന്നെ അതാ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് തുറക്കണത്. ഒരു ശനിയാഴ്ച വെച്ച് പിറ്റത്തെ ശനിയാഴ്ച ഇത് തുറക്കണം. അപ്പോൾ അതാ ഇതിൻ്റെ അവസ്ഥ അങ്ങനെയാണ് കേട്ടോ. ഇത് തുറന്നപ്പോൾ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ദുർഗന്ധം, പുഴുക്കൾ ഒന്നുമില്ല. ഉള്ളിത്തോലിൻ്റെ സ്മെല്ലാണ് കേട്ടോ ഇതിൽ ഇങ്ങനെ കൂടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു ചീഞ്ഞ സ്മെല്ലായിട്ടൊന്നും തോന്നില്ല. ഈ പച്ച ചാണകം വെള്ളത്തിൽ കലക്കി ലൂസാക്കി അങ്ങനെ ഉണ്ട് ചെറുതായിട്ടൊരു സ്മെല്ലുണ്ടാവില്ലേ, അതുപോലെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വളമൊക്കെ കിട്ടാത്തവർക്ക് ഇത് നല്ലൊരു ഇതാണ് കേട്ടോ. പച്ച ചാണകമൊക്കെ കിട്ടാത്തവർക്ക് നല്ലൊരു മാർഗ്ഗമാണിത്. അപ്പോൾ ഞാനിത് ഇത്തിരിയും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ ലൂസാക്കണുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കണ്ട ഉള്ളിത്തോലൊക്കെ അലിഞ്ഞ് ചേർന്നു കേട്ടോ. മുട്ടത്തോടൊന്നും പിന്നെ എങ്ങനെ നോക്കിയാലും അരിയില്ലല്ലോ. അതിനല്ലേ നമ്മൾ മുട്ട പൊടിച്ച് ചേർക്കണമൊക്കെ. ഇതിൽ പിന്നെ മുട്ട പൊടിച്ച് ചേർക്കേണ്ടതില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി ഈ ചണ്ടി നമ്മൾ കളയൊന്നുമില്ല. ഇനി ഞാൻ വേറൊരു പാത്രത്തേക്ക് അരിച്ച് മാറ്റുകയാണേ. നമ്മുടെ പ്ലാന്റ് ടോണിക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് അരിച്ച് മാറ്റിയെടുത്താൽ ഇനി നമ്മൾ അരിച്ച് മാറ്റി ഈ ചണ്ടി ഉണ്ടല്ലോ, ഇത് കളയൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ ഏതെങ്കിലും ചെടീൻ്റെ ചുവട്ടിൽ ഇട്ടിട്ട് മണ്ണിട്ട് കൊടുത്ത് മൂടും. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ വേരിലെ തണ്ടിൻ്റെ നേരിട്ടൊന്നും വെക്കരുത് കേട്ടോ, ഇട്ട് കൊടുക്കരുത്. ഇത്തിരി ഏത് വളം ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാലും ഇത്തിരി വിട്ടിട്ടൊക്കെ വേണം ചെയ്ത് കൊടുക്കാൻ. കാരണം അതിനൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് മണ്ണിൽ കിടന്ന ഒരു ചൂടുണ്ടാവും, അതാണ് പറയണത്. അപ്പോൾ അത് ചെടി കരിയാനും ഒക്കെ കാരണമാവും. പിന്നെ അത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പ്ലാന്റ് ടോണിക്. അപ്പോൾ ഞാനൊരു കുപ്പിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വലിയ കുപ്പിയാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ സ്പ്രേയർ ഒന്നും ഉപയോഗിക്കുന്നില്ല. കുപ്പീൻ്റെ അടപ്പിൽ ഒരു 4-5 ഹോള് നമ്മൾ സൂചിപ്പിന്നും കൊണ്ട് കുത്തി കൊടുക്കണതാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ സ്പ്രേയർ തയ്യാറാക്കണം. എന്തിനാ വെറുതെ 25-35 കൊടുത്തൊരു സ്പ്രേയർ വാങ്ങണത്? എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ. പക്ഷേ ഞാനത് ഈ ചെടികൾക്ക് കീടനാശിനി അടിക്കുന്നതാവും കൊണ്ട് അത് ഇതിനൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ കുപ്പിയിൽ 1/4 ഭാഗം ഞാൻ പ്ലാന്റ് ടോണിക് നിറച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗം വെള്ളമാണ് കേട്ടോ നിറയ്ക്കുന്നത്. ഈ ജാറിൽ ബാക്കിയുള്ളത് ഞാൻ ബക്കറ്റിൽ ഒഴിച്ചിട്ട് അതിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ടാണ് ചെടിയിലേക്ക് ഇനി പാരുള്ളൂ. അത് നമ്മൾ മണ്ണിൽ ഒഴിച്ചു വെക്കണമെങ്കിൽ ഒരു 5 മണി 6 മണി കഴിഞ്ഞിട്ടൊരു തണുപ്പ് വരൂലേ, ആ സമയത്ത് മാത്രം കേട്ടോ ഒഴിച്ചു കൊടുക്കുക. നല്ല വെയിലുള്ള സമയത്തൊന്നും ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ ഈ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഞാൻ ഇത്തിരി വെയിലുള്ള സമയത്ത് തന്നെ. അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാൻ നല്ലോണം വെള്ളം ഒഴിച്ച് നനച്ചിട്ടുണ്ട് കേട്ടോ ഇലയടക്കം.
അപ്പോൾ കറിവേപ്പിൻ്റെ ഇലയിൽ അടിയിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുക്കണം. അതിൽ ഓൾറെഡി ഞാൻ ശീമക്കൊന്നയുടെ ഇലയും മുരിങ്ങേൻ്റെ ഇലയും ഒക്കെ ഇട്ട് സെറ്റാക്കിയതായിരുന്നു. മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ തന്നെ ഇതിട്ടിട്ട് മണ്ണിട്ട് കൊടുത്ത് ഇനി ഇന്ന് നനയ്ക്കുകയാണ് കേട്ടോ. കറിവേപ്പിൻ്റെ ഇലയ്ക്ക് ഇത് മാത്രം മതി വളം. ഇനി നമ്മളതിൽ പ്രത്യേകിച്ച് സ്പ്രേ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ മുളകും ചെടിയിലും ബാക്കിയുള്ള ചെടികളിലൊക്കെ സ്പ്രേ ചെയ്യുന്നതിൻ്റെ മുന്നേ അമ്മൂനെയും കൊണ്ട് മുളകൊക്കെ ഒന്ന് അറപ്പിക്കുകയാണ് കേട്ടോ. എല്ലാ മുളകും പറിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ബാക്കിയൊന്നും പിന്നെ അറക്കാനായിട്ടില്ല. തക്കാളി വഴുതനയ്ക്ക് കായുണ്ട്, നിറയെ പൂവുണ്ട്. മുളകൊക്കെ ഉണ്ടല്ലേ, നമുക്ക് കുറച്ച് ദിവസം ഒരു 4-5 ദിവസം ഉപയോഗിക്കാനുള്ള മുളകൊക്കെ കിട്ടിയിട്ടുണ്ട്. വഴുതനങ്ങയൊക്കെ നിലത്താണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അത്രയും നന്നായിട്ടാണ് എൻ്റെ ചെടികൾ വളർന്നു നിൽക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ കുപ്പിയിൽ സ്പ്രേ ചെയ്യുമ്പോൾ കണ്ടില്ലേ എത്ര നന്നായിട്ടാണ്. വലിയ പൈസ കൊടുത്ത് സ്പ്രേയറൊന്നും വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ മതി നമുക്ക് പെട്ടെന്നൊക്കെ. അതൊന്നും കിട്ടാത്തവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അപ്പം മണ്ണിൻ്റെ അടിയിൽ ഞാൻ ഉച്ചരിഞ്ഞിട്ട് വൈകുന്നേരം നേരത്തൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ. കാരണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഫലം കിട്ടുള്ളൂ. ഇത് പിന്നെന്താ പറയുക, ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തതല്ലേ ഇലേൻ്റെ മുകളിലേക്കൊക്കെ. അപ്പോൾ അതങ്ങനെ പരന്നോളും. ഇലകൾക്കൊക്കെ പരന്ന് നമ്മളെ കീടങ്ങൾ വരാതിരിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവരും ഈ മാർഗ്ഗമൊക്കെ ഒന്ന് വളം കിട്ടാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക.